Hi, sir. Hi. Welcome to Film Companion South. Thank you so much, Vishal. Sir, let me start by telling you that I am a huge fan of, so many of the films that you've both written and made. അതിൽ I need to start with ജലമർമരം. എനിക്കറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ആ ഫിലിം. പക്ഷേ ഇത് നമുക്കൊക്കെ ഈ ടോറൻസ് വരുന്നതിന് മുമ്പും CD ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു റിയൽ ഒരു ഇറാനിയൻ സ്പിരിറ്റ് എന്നൊക്കെ ഉള്ള ഒരു ഫിലിം. ഐ ഫീൽ ഇറ്റ്സ് എ ഫിലിം ലൈക്ക് ദാറ്റ്. ഒരു ചെറിയൊരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്ന് യു ആർ ടോക്കിംഗ് അബൌട്ട് പൊല്യൂഷൻ, കെമിക്കൽസ്, capitalism, so many things, and it's a lovely film. I really hope more people watch it. Ippo now it's almost 23 years adu ezhudiya samayathu. Now when you look back at that phase and that freedom that you had as a writer, do you sort of miss that? No, I'm not very nostalgic or romantic about it. But even when I look at the film now, I think it's a very significant film in many ways. And the content കൊണ്ട് മാത്രമല്ല, the way it was produced, അന്ന് അതൊരു വെറും 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. There was a huge camaraderie, which made that film possible. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റ് ഭയങ്കരമായിരുന്നു. എനിക്കൊന്ന് അന്ന് അങ്ങനെ ഒരു സ്പിരിറ്റ് പല ഫിലിം മേക്കിങ്ങിൻ്റെയും പുറകിലുണ്ടായിരുന്നു. പിന്നെ വിശാൽ പറഞ്ഞ പോലെ ആ ഒരു സിനിമ ഡിസൈഡ് ചെയ്തപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു കേരളത്തിൽ. മാവൂർ റയോൺസും ചാലിയാറിനും വരുത്തിയ വലിയ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വളരെ പൊളിറ്റിക്കലായിട്ട് ഡയറക്റ്റായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു സിനിമ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആസ് എ സ്ക്രീൻ പ്ലേ റൈറ്റർ ഞാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് അതിനെ ഒരു കൊച്ചു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ കാണുക എന്നുള്ളത്. ഒരു 5 വയസ്സുകാരൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യവും ഫാൻറ്റസിയും ഒക്കെ മിക്സ് ചെയ്യുന്ന മെർമെയ്ഡ് എന്ന് പറയുന്ന ഒരു മെറ്റഫർ, ജലകന്യക, അതിനെ നമ്മളതിനകത്ത് ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പുഴയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കുട്ടി ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകാനാണ് ആ കുട്ടിയുടെ അച്ഛൻ, വാപ്പയായിട്ടുള്ള ഉസ്മാൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹത്തിന് ഒരു നിങ്ങൾക്കറിയാവുന്ന ഒരു റിയൽ ലൈഫ് പാരലലുണ്ട്. റഹ്മാൻ എന്ന് പറയുന്ന മഹാനായ ഒരു പാരിസ്ഥിതിക പ്രവർത്തകനുണ്ട്, അതിനിടയിൽ മരിച്ചുപോയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയോട് പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ പുഴയ്ക്കകത്ത് മത്സ്യകന്യകയുണ്ട്, ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വിഷം കൊണ്ട് അത് ചിലപ്പോൾ മരിച്ചു പൊങ്ങാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മെറ്റഫറിനെയാണ് നമ്മളെടുത്ത് പിന്നീട് കാർണിവലിലൊരു ജലകന്യകയെ ആ കുട്ടി കാണുന്നതൊക്കെ ആയിട്ട്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നൊരു സിനിമയാണ്. പക്ഷേ അത് പറഞ്ഞ പോലെ ഇന്നത്തെ കാലമല്ലല്ലോ, അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു സീ ദ ഫിലിം ഓർ ടേക്ക് ദ ഫിലിം ടു ദി പീപ്പിൾ. ഇറ്റ് വാസ് നെവർ റിലീസ്ഡ് ഇൻ തിയേറ്റർ. സോ ഞങ്ങൾ എന്താ ചെയ്തത്, തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുകയായിരുന്നു ഓരോ സ്ഥലത്തും. വി യൂസ് ടു ട്രാവൽ വിത്ത് ദ ഫിലിം. കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഈ സിനിമയെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആളുകളെ വിളിച്ചു വരുത്തി പോലെ കാണിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അതിന് വല്ലാത്തൊരു ജനകീയതയുണ്ട്. ജനകീയത എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് റിയലി റെവല്യൂഷണറി. അതല്ല ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാനൊരു ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അതിനെ കാണുന്നില്ലെങ്കിലും ഇറ്റ് വാസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ഫിലിം പേഴ്സണലി. And also for many people like you who have seen the film. It's very significant images. Adu easier to markkan patthatha kore images undu adile. Ade Mr. Said Musa who just joined nammale Adur Gopalashan sir appo film institute il vannittundallo. He was a huge fan of this film. എപ്പോഴും എല്ലായിടത്തും മിസ്റ്റർ മിസ പറയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ കണ്ടു കോഴിക്കോട്. അതൊക്കെ നല്ല ഓർമ്മകളാണ് അന്നത്തെ ഫിലിം ഫെസ്റ്റിവൽ സമയത്തൊക്കെ. And I would extend this same compliment to even cover story. Adinte plot line, even if I'm describing the plot line to somebody who's never watched that movie, like a half blind person is the only witness to a murder. Adu ippo nammulla cinema undakiyalum I think to some extent oppamokke I think to some extent used that plot line and it worked so well. Appo aa cinema ezhuthi like a thriller which now you can look back and say is more your zone.
and you wrote a film like Jalamarmaram. ഇത് രണ്ടും എഴുതി നിൽക്കുന്ന സമയത്ത് did you feel a particular affection to any one of these scripts? ഇതാണ് എൻ്റെ സ്റ്റൈൽ എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അല്ലേ, ഞാനത് അതിനെ ഞാൻ വിശദമാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയേണ്ടത്, വളരെ ഓർഡിനറി ആയിട്ടുള്ള എക്സ്പ്ലനേഷനായിട്ട് ഒരുപക്ഷെ തോന്നാം. കാരണം ഞാൻ ആക്ച്വലി സിനിമ ഒരു എഴുതാൻ തീരുമാനിക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ജീവിതത്തിൽ. ജസ്റ്റ് വാണ്ടഡ് ടു സർവൈവ്. അങ്ങനെയൊരു സന്ദർഭത്തിലായിരുന്നു. It was a plan B or maybe plan C. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജലമർമ്മരം പോലൊരു സിനിമ കൊണ്ട് നമുക്കത് സാധ്യമാവില്ല. അപ്പോൾ എനിക്ക് അതിലൂടെ കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും എഴുതാൻ പറ്റുന്നുള്ളത് നിങ്ങളെ ഇത് കണ്ടാൽ അറിയാം. അപ്പം നിങ്ങൾക്ക് ഐ ഓൾവേസ് ഐ എം ഓൾവേസ് എ ഹ്യൂജ് ഫാൻ ഓഫ് I've been always a huge fan of thrillers, detective fiction, and crime fiction. And so ഞാൻ ഓർത്തു, why can't I give it a try? അങ്ങനെയാണ് ഈ കവർ സ്റ്റോറി എഴുതുന്നതിന് മുമ്പ് ഞാനൊരു സ്ക്രീൻ പ്ലേ ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും സിനിമയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. Based on the same idea? No, based on Agatha Christie's 5 Little Pigs. 5 Little Pigs. That is the screenplay I finished first, even before Jalamarmaram. പക്ഷെ അത് ഒരിക്കലും സിനിമയാകാൻ പറ്റിയിട്ടില്ല, പ്രത്യേക ചില സാഹചര്യങ്ങളുണ്ട്. ആദ്യം അത് സുരേഷ് ഗോപി ആയിരുന്നു അതിൽ അഭിനയിക്കേണ്ടത്, രാജീവ് കുമാർ ആയിരുന്നു സംവിധാനം ചെയ്യുന്നത്. ഫിലിം നെവർ ടുക്ക് ഓഫ്. ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം മലയാളത്തിലെ വലിയൊരു പ്രൊഡ്യൂസർ, വെറ്ററൻ പ്രൊഡ്യൂസറായിട്ടുള്ള മിസ്റ്റർ സിയാദ് കോക്കർ ഷോഡ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോജക്ട്. മിസ്റ്റർ സിബി മലയിൽ വാസ് സപ്പോസ് ടു ഡിറക്റ്റ് ഇറ്റ്. അന്ന് സുരേഷ് ഗോപി വിട്ടിട്ട് മോഹൻലാലായി എൻ്റെ പ്രൊട്ടഗോണിസ്റ്റ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് നരേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് നരേറ്റ് ചെയ്യുക, ബാക്കി ഒരുപാട് പേരോട് നരേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വലിയ രസകരമായ സംഭവം, ഇഫ് യു ഹാവ് ടൈം, അതിൽ കൊല്ലപ്പെടുന്ന ഒരാളുണ്ട്. ഈസ് എ പെയിന്റർ, ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു പെയിന്ററാണ് അതിൽ കൊല്ലപ്പെടുന്നത്, വിക്ടിം. ആ കൊലപാതകം 10-15 വർഷത്തിന് ശേഷം അന്വേഷിക്കുന്നതാണ് ആ സിനിമ. നോവൽ ഉള്ള പ്ലോട്ട് ഞാൻ സിനിമയിലേക്ക് വേറെ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന വിക്ടിം ഇത്രയും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ലാർജർ ദാൻ ലൈഫാണ് അങ്ങനെ. അപ്പോൾ എന്നോട് സിബി മലയിൽ മിസ്റ്റർ സിയാദ് കോക്കറും മിസ്റ്റർ സിബി മലയിൽ എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു ജസ്റ്റ് പിച്ച് ഇറ്റ് വിത്ത് മിസ്റ്റർ മമ്മൂട്ടി എന്ന് ചോദിച്ചു. എനിക്ക് സിനിമയിൽ വലിയ 2 ആക്ടേഴ്സാണ് ഇവരെ, വലിയ 2 സൂപ്പർ സ്റ്റാർസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ സിനിമയുടെ മറ്റ് ഡൈനാമിക്സും ഇക്വേഷൻസും എനിക്ക് അന്ന് അത്ര അറിയില്ല. I'm not an insider. Correct, yeah. So they got me an appointment. I went to his Chennai house. I still remember, almost 23 years ago. He said, okay, CB told me you have something to narrate. Please. Para. അപ്പോൾ പ്ലീസ് എന്നൊന്നുമില്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത് നരേറ്റ് ചെയ്തു മുഴുവനും. ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നരേറ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ സ്ക്രീൻ പ്ലേ ആണല്ലോ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ചാരിക സേരുണ്ട്, അതിലിങ്ങനെ കിടന്നിട്ടാണ് കേൾക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തായിരുന്നു ചെയ്ത് ഇതിനു മുമ്പ്? അപ്പം ഞാൻ അന്ന് പറഞ്ഞു, ഞാനിങ്ങനെ അത്യാവശ്യം പലയിടത്തും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം എഴുതും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ചില ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും ശരിയായില്ല. അപ്പോൾ എൻ്റെ കൊലപാതകം അന്വേഷിക്കാനായിട്ട് മോഹൻലാൽ വരുന്നൊരു കഥയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ കരിയിലോ കാറ്റുപോലെ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡു യു തിങ്ക് ഇതൊരു ബാലൻസ്ഡ് ആണ് ഇതെന്നുള്ളത്? സോ ഹി വാസ് വെരി ജെന്റിൽ അബൌട്ട് ഇറ്റ്. അല്ലാതെ പുള്ളി ഒരു ആദ്യ റൈറ്ററെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുമൊന്നുമല്ല ചെയ്തത്. മേ ബി എൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ നിലപാടെടുത്തത് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. പക്ഷേ ഇത് അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സർ, എനിക്ക് ഐ ഗോട്ട് യുവർ പോയിന്റ്, ഐ എം വെരി സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ചായയൊക്കെ തന്നാണ് എൻ്റെ യാത്രയൊക്കെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിബി മലയിലിനോട് പറഞ്ഞു, ഇറ്റ്സ് എ വെരി ഗുഡ്, ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ട് അതിനകത്ത്, അയാളെ കൊണ്ട് വേറെ കാര്യങ്ങൾ എഴുതിക്കാൻ പറ്റുമെങ്കിൽ എഴുതിക്കും. അന്ന് ആ സിനിമ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് കൈൻഡ് ഓഫ് ഇതായിരുന്നു. അതിനകത്ത് അത് അങ്ങനെ ഒരു സിനിമയായിരുന്നു. ഐ തിങ്ക് പിന്നീട് ആ ടീമിന് അത് വലിയ കോൺഫിഡൻസ് അവർക്ക് തോന്നിയില്ല. ദേ decided to make Devadudan instead. And that was also a very good, great film.
അങ്ങനെയാണ് എനിക്കത് പോണത്. സോ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, നമുക്ക് അത്യാവശ്യം നിന്ന് പിഴയ്ക്കണമല്ലോ. ജലമർമ്മരം കൊണ്ട് അതിന് സാധ്യമാവില്ല. അങ്ങനെയാണ് ഞാൻ കവർ സ്റ്റോറി ട്രൈ ചെയ്യുന്നത്. എനിക്കതിനകത്തുള്ള ഒരേ ഒരു, ആസ് യു സെഡ്, ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. പക്ഷെ അന്ന് കുറേ അധികം ആളുകൾ അതിന്റെ ഡിസ്കഷന് വന്നിരുന്നു, പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ അതിനകത്ത് വശപ്പെട്ടു പോയിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇപ്പൊ തോന്നാറുണ്ട്. ഇപ്പൊ തബുവായിട്ടുള്ളൊരു റൊമാൻറ്റിക് ട്രാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അതിന്റെ ഒറിജിനൽ സ്ക്രീൻ പ്ലേയിലില്ല. പിന്നെ അതിനകത്ത് ഈ സ്പൈ ക്യാമ്പ് വെച്ചൊരു ആക്ഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും ഒറിജിനൽ സ്ക്രീൻ പ്ലേയുടെ ഭാഗമല്ലായിരുന്നു. അപ്പൊ അതെല്ലാം, ആ ഫ്രിൽസ് എല്ലാം പോയി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡീസന്റ് 1 hour 15 minutes ഓഫ് വെരി അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് പിന്നീട് തോന്നുമായിരുന്നു. പിന്നെ കവർ സ്റ്റോറി വാസ് ഓൾസോ നോട്ട്, സിനിമയിൽ നല്ല രീതിയിലല്ല കവർ സ്റ്റോറി റിസീവ് ചെയ്യപ്പെട്ടത്. ദെൻ എനിക്ക് തോന്നുന്നത്, ബട്ട് ബൈ ദിസ് സ്റ്റേജ് സാറിന് ആ ഒരു മറ്റേ, എസ്പെഷ്യലി ആ മറ്റേ ഫിലിമിന്റെ ഡിസ്കഷൻ സ്റ്റേജിലൊക്കെ, had you decided that okay, this is my future, ഇതാണ് എൻ്റെ ഒരു ക്രാഫ്റ്റ്, അങ്ങനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ഫ്രാങ്ക്ലി എനിക്ക് എന്താണ് എന്ന് അറിയാൻ മേലാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ബിക്കോസ് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനും ഉണ്ട്. അന്ന് നല്ല കടമുണ്ടേ, അപ്പൊ അത് തീർക്കുകയും വേണം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് പിന്നെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കോളേജ് ജോലിക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ ഗ്യാപ്പൊക്കെ പോകും. പെട്ടെന്ന് അങ്ങനെ ഒരു കരിയറിലേക്ക് നമുക്ക് പ്രൊഫഷനിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ ഇത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പൊ ഇതും സക്സസ് ആയില്ല. അപ്പോഴാണ് എനിക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കമേഴ്ഷ്യലി. അന്ന് ഷാജി കൈലാസ് ആണ് ഭയങ്കര ബ്രാൻഡ് എന്ന് പറയുന്നത്. യുനോ, നരസിംഹം കഴിഞ്ഞ് നിൽക്കുകയാണ്. സോ അറ്റ് ദിസ് ടൈം ഈ ഇൻഡസ്ട്രിയിൽ എന്താ സാറിനെ പറ്റി അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു ഇന്റലക്ച്വൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക്, ഒരു ബുദ്ധിജീവി വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിജീവി വന്നിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു. ഇങ്ങനെ ഉണ്ട്. പക്ഷെ അയാൾ കുറച്ചും കൂടി പരുവപ്പെടണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബിക്കം ക്രാസ്, അതിന്റെ സംഗതി. സോ ഷാജി കൈലാസമായിട്ടൊരു പടം സുരേഷ് കുമാർ അന്ന് ബിജു മേനോൻ, പത്രത്തിന് ശേഷം ബിജുവിനെ നായകനാക്കിക്കൊണ്ട് they were planning. So സ്ക്രിപ്റ്റ് ഒന്നും അവർക്ക് ശരിയാവുന്നില്ല. And Shaji has other back-to-back commitments, all big films. So he has to somehow, finish this and go. So finally Suresh Kumar, who produced Cover Story also, told him, why don't you try this guy? പക്ഷേ ഞാൻ ഈ ജലമർമ്മനത്തിന് കോഴിക്കോട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ്, അതിന്റെ സമാപനത്തിനാണ് നമുക്ക് സ്ക്രീൻ പ്ലേയുടെ അവാർഡ് കിട്ടുന്നത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അന്ന് ജലമർമ്മനത്തിന് എനിക്കുണ്ടായിരുന്നു. അവിടെ വെച്ച് ഷാജിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഷാജി വലിയ കാര്യമായിട്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഷാജി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്കൊരു സംഗതി ചെയ്യാം, പക്ഷെ സമയമില്ല. അപ്പോൾ ഹീസ് ബിറ്റ്വീൻ നരസിംഹം ആൻഡ് താണ്ഡവം, വല്യേട്ടൻ ആൻഡ് താണ്ഡവം. ഓക്കെ. നരസിംഹം കഴിഞ്ഞിട്ട് ഈ ഡിസ്കഷൻ നടന്നിട്ട് അത് ശരിയാവാതെ വല്യേട്ടൻ ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞിട്ടുള്ള ഫേസ്. അപ്പൊ താണ്ഡവത്തിലേക്ക് പോകണം പുള്ളി. സോ എനിക്കൊരു സംഗതി ചെയ്യണം. പുള്ളി പറഞ്ഞത് പോലീസ് ഓഫീസർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ എനിക്കറിയാം, ഐ ഷുഡന്റ് മിസ് ദിസ് ബസ്, because it's an opportunity of a lifetime, so to say, because Shaji Kailasine pole oralu, he is working with Ranjit Panikar. അപ്പോൾ ഞാൻ ഷാജിയോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും, what he told me is we should start the filming in a week. Okay. And he told me, it's very weird, he told me, let's shoot the film in Guruvayur. I don't know why. ഷാജിയുടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തമാശയാണ്. അടുത്ത സുഹൃത്താണ്. പിന്നീട് ഞാൻ ഷാജിയുടെ തന്നെ പറയാറുണ്ട്, ഈയിടെ കാപ്പയുടെ ലോഞ്ചിനൊക്കെ ഞാനിത് പറഞ്ഞിരുന്നു, നമുക്ക് ഗുരുവായൂർ ഷൂട്ട് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ. അപ്പോൾ വിച്ച് ഹി മെന്റ് ഒരു വില്ലേജ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് കോമ്പാക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ പറയുന്ന ഷാജി കൈലാസ് വേ ആണിത്. സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാതെ
ഷാജി എപ്പോഴും അങ്ങനെ തമാശ കലർത്തിയേ പറയാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കഥയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഗേവ് മീ ഷൂൽ. Okay, this is DVD of Shul. Okay. You watch this. Yeah. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു ചെറിയൊരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നേരെ ഗുരുവായൂർ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുതും, അത് ഷൂട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ റിയലി വാണ്ടഡ് എന്താണ് രഞ്ജി പണിക്കർ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ രഞ്ജിയുടെ തന്നെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വെർബോസിറ്റി, ഹാർഡ് ഹിറ്റിംഗ്. അപ്പോൾ അത് പുള്ളിക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തതുകൊണ്ട് he used to no come on ഇങ്ങനെ എന്താ പറയുന്നത്, what is the word, പവർ പോരാ, അതെ പവർ പോരാ, ത്രോ വരട്ടെ, പവർ കേറ്റട്ടെ, അതൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഞ്ഞു പിടിച്ച് ഈ പ്രാസത്തില് അതിന് പോവും. പക്ഷെ രഞ്ജിയുടെ ഫിറ്റ്നസ് ഒന്നും നമുക്ക് അതിനകത്ത് കിട്ടില്ലല്ലോ. പക്ഷെ സംഭവ യുനോ ഷാജിയെ സംബന്ധിച്ചുള്ളതോളം ഐ തിങ്ക് ഐ ഡെലിവേർഡ് എന്ന് തോന്നുന്നു. 20-22 ദിവസം കൊണ്ട് ആ സിനിമ തീർന്നു. 22 ദിവസം കൊണ്ടാണ് ആ സിനിമ തീരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ ഇൻ ബോക്സ് ഓഫീസ്. സുരേഷ് കുമാർ മെയ്ഡ് സം പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് പിന്നീട് ആളുകൾ പറഞ്ഞു ഇത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പോടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. But nothing great about the film. But then I learned something, you know. നമ്മൾ അങ്ങനെ ഭയങ്കര ഗ്രേറ്റ് ഫിലിം എന്നുള്ളതിനെ വിട്ടിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയും വർക്ക് കിട്ടുന്ന ഒരു സംഗതി ഇതിനകത്തുണ്ടല്ലോ. അതാണ്. പക്ഷെ സാറിന് ഈ ഫേസിൽ വെൻ യു ഷിഫ്റ്റഡ് ഫ്രം ദാറ്റ് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നിന്ന് ഇപ്പോൾ ജലമർമരം ഇസ് വൺ തിങ്, ബട്ട് ഷാജി കൈലാസ് ഇസ് ദ അബ്സല്യൂട്ട് പ്ലഞ്ച് ഇൻ ടു മെയിൻ സ്ട്രീം സിനിമ. അതെന്താണെന്നറിയോ വിശാൽ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദാറ്റ് ബൈനറി ഇല്ലേ, അതായത് പോപ്പുലർ സിനിമ ആൻഡ് ആർട്ട് ഹൗസ് സിനിമ, ഒരു സ്ട്രേഞ്ച് എലിറ്റിസം ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞങ്ങളുടെ ജനറേഷൻ പെട്ട ആളുകൾ ഈ ബൈനറിയെ ശരിക്കും ഡീകൺസ്ട്രക്ട് ചെയ്തവരാണ്, ബൈനറിയെ ഇല്ലാതാക്കിയവരാണ്. We always thought ശശി സാറിന്റെ ഈ നാടെന്ന് പറയുന്ന സിനിമ ഈസ് ആസ് പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആസ് എനി അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം. I understand. Yeah. You understand? Correct. Yeah. അപ്പോൾ ശശി സാറിന്റെ ഈ നാടിനുള്ള പ്രത്യേകത അറിയാവോ? അതൊരു സിംഗിൾ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കളഞ്ഞിട്ട് ഒരു ആൾക്കൂട്ടമാണ് അതിന്റെ ക്ലൈമാക്സ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ മമ്മൂക്കയുണ്ട്, വൺ അമംഗ് ദ പീപ്പിൾ. അതിലൊരു മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ രതീഷിന്റെ ക്യാരക്ടറാണ്. അദ്ദേഹം മന്ത്രിയാവാൻ പോകുമ്പോൾ ഒരു സിംഗിൾ പ്രൊട്ടഗോണിസ്റ്റ് വന്ന ഒരു ഹീറോ വന്നിട്ട് ലാർജർ ദാൻ ലൈഫ് അയാളെ ഫിനിഷ് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു ജനസഞ്ചയമാണ് വരുന്നത്. അങ്ങനെ ഒരു ജനകീയത അതിനകത്തുണ്ട്. ദാമോദരൻ മാസ്റ്ററിന്റെ അത്തരം സ്ക്രീൻ പ്ലേകളിലെല്ലാം ഇറ്റ് ഈസ് ദർ ആർ മെനി വോയിസസ്, വെരി പോളിഫോണി, യുനോ, അത്തരത്തിലുള്ള വലിയ ബഹുസ്വരത അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ജോഷി സാറിനെ പോലെ ഒരാളുടെ ഫിലിം മേക്കിങ്ങിന്റെ ക്രാഫ്റ്റ് എൻവിയബിൾ എന്ന് നമുക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പോസിഷൻ ഈസ് വെരി വെരി ഫാൾസ് ആൻഡ് വെരി വെരി ഐഡിയോളജിക്കൽ. You know, you say that certain kind of, you look down upon films which are viewed by everyone. So അതിനകത്ത് തന്നെ നിങ്ങൾ ജനത്തിൽ നിന്ന് മാറി നിൽക്കാന്നൊരു സംഗതിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സിനിമയെ അങ്ങനെ ട്രാഷായിട്ട് കാണാൻ പറ്റില്ല. ഈവൻ നൗ ഐ ഫേംലി ബിലീവ് ഇൻ. So you never had that? I never had. And മാത്രമല്ല മണിച്ചിത്ര താഴിനെ കുറിച്ച് പോലൊരു സിനിമയെ കുറിച്ച് വളരെ ഒരു സാമാന്യം നല്ല ലെങ്ത് ഉള്ള ഒരു പഠനം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ടൈമിലൊക്കെ. അപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിരുന്നില്ല. ജലമർമരം ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ജലമർമരമാണോ കവർ സ്റ്റോറി ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ചോദിക്കാറുണ്ടാവും നിങ്ങളെപ്പോലെ ഒരാളെങ്ങനെ പെട്ടെന്ന് അങ്ങനെയായി. ഇപ്പം നിങ്ങളെപ്പോലെ ഒരാളെന്ന് പറയുന്നിടത്ത് തന്നെ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഐ എം നോട്ട് എ സിംഗിൾ ഐ അല്ലേ, എൻ്റെ അകത്ത് ഒരുപാട് ആളുകളുണ്ട്. വിശാലും when I say Vishal, Vishal has many Vishals inside you.
മേ ബി വിച്ച് ആർ ലോഗർ ഹെഡ്സ് വിച്ച് ഈച്ച് അതർ, Of course. അങ്ങനെ ആവാമല്ലോ. Yeah. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലാണ്. ഇത്രയും ഫിലോസഫി ഒന്നും വേണ്ട അതിന്, മനസ്സിലായോ? ഐ വാസ് കൈൻഡ് ഓഫ് കൂൾ ആൻഡ് കംഫർട്ടബിൾ. No, but sir, even if you talk about cover story, അല്ലെങ്കിൽ ഈവൻ ലേറ്റർ പ്രമാണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നോക്കുവാണെങ്കിൽ IG എന്നൊക്കെ പറഞ്ഞ ഒരു ഫിലിം വെൻ യു റോട്ട് ഇറ്റ്, ഐഡിയലിസത്തിന് ഒരു there's no lack of idealism. It's all very idealist. It's talking about capitalism, it's talking about environment. IG actually is probably more relevant now than then, the way it talks about communalism and all that. അന്ന് നമ്മൾ അതിനകത്ത് ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ആന്റി മുസ്ലിം സ്ക്വാഡ് അല്ല അന്ന് പറഞ്ഞതാണ്, ആ സിനിമ പറഞ്ഞതാണത്. അല്ല, ഞാൻ വിശാൽ പറഞ്ഞ പോലെ IG വാസ് എ ലൗഡ് ഫിലിം. ഇറ്റ് വാസ് നോട്ട് ഒരു ഗംഭീര സിനിമയൊന്നും അല്ലാതെ. ഇപ്പോഴും ആളുകൾ അതിന്റെ ചില സസ്പെൻസ് ഏരിയയെ കുറിച്ചൊക്കെ കളിയാക്കിയൊക്കെ ട്രോൾസ് ഒക്കെ വരാറുണ്ട്, വിച്ച് വാസ് ട്രൂ ഓൾസോ, പ്യുറൈൽ ആയിരിക്കാം അത്. പക്ഷെ ദാറ്റ് ഫിലിം ഓൾസോ അഡ്രസ്സസ് ദീസ് തിങ്സ്. അത് ഞാൻ എഴുതിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, അതുപോലത്തെ ഏത് സിനിമയും നിങ്ങൾ എടുക്കൂ, ഏത് സിനിമ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പത്രം എന്ന് പറഞ്ഞ ഒരു സിനിമ രഞ്ജി എഴുതി ജോഷി സാർ ചെയ്ത സിനിമയല്ലേ, അത് വളരെ ലൗഡാണെന്ന് വേണമെങ്കിൽ പറയാം, മാച്ചോ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഫെമിനിസ്റ്റ് ആംഗിൾ നോക്കിയാൽ അതിൽ സ്ത്രീ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് വേ ദേ ആർ റെപ്രസെൻറ്റഡ്, അതിനോട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മെയിൻ സ്ട്രീം മീഡിയയെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അടിക്കാൻ ഏത് സിനിമ ഉണ്ടായിട്ടുണ്ട്? അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ അത് തിരിച്ചറിയാതെ പോകരുതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പരാജയപ്പെട്ട സിനിമകൾ പൂർണ്ണമായിട്ട് ഓൺ ചെയ്യുന്ന ആളാണ് ഞാൻ. അതിൻ്റെ കുറ്റം എൻ്റെത് മാത്രമാണ്, വേറെ ആരുടെയും അല്ല. പക്ഷെ ഈവൻ ദെൻ വാട്ട് എവർ ഐ വാസ്, I mean, here and there I was trying to make a statement of some sort. Which may work or may not work. So കുറ്റബോധം എന്തായാലും ഇല്ല. Plus those films are even though those are commercial films, ആ ഫിലിംസിനൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിലത്തെ ഒരു ആക്ടിവിസം ഭയങ്കര സ്ട്രോങ് ആണ്. I want to rephrase it. Commercial സിനിമയ്ക്കാണ് പൊളിറ്റിക്സ് വേണ്ടത് ആക്ച്വലി. കറക്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് then at a point when you make a film like Madambi, which is okay, it has a feudal background and it has a lot of commercial elements, but it's a family drama. It's worked because it's a family drama. Appo Madambi, when that becomes your first major success, and when films that you did first screenplay wise tiger aayirunnu. Screenplay wise but as a director and Madambi is an even bigger hit than Tiger. Appo athrayum veliyoru hit Madambiyude formula when you get it, അത് കഴിഞ്ഞിട്ട് are you little more doubtful about the activism and the ideologies that you're trying to write into the films? അത് കണ്ട് കുറച്ചുകൂടെ സേഫ് ആയെന്ന് I kind of feel when you look back at the films right after. ആയിരിക്കാം, കാരണം ഇപ്പൊ മാടമ്പി എന്നുള്ള പേര് പോലും വളരെ ഡയറക്റ്റ് ആണ്. Even the caption, right? What is the caption? Something about feud and feudalism. Something like that. അപ്പം അത് വലിയ ഡയറക്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഞാൻ ഓർത്തത് വളരെ സട്ടിലായിട്ടുള്ളൊരു പ്ലേനില് ഇയാളൊന്നും ഓൺ ചെയ്യുന്നില്ല അതിലെ കഥാപാത്രം. അപ്പൊ ഒരു എംപ്റ്റി മെറ്റഫറാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മാടമ്പി എന്ന് പറയുന്ന ഒരു സംഗതി പോലെ ഒരു എംപ്റ്റി മെറ്റഫർ. അപ്പൊ അത് ഒരു ഉള്ളിൽ നിന്ന് ഹോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതിനകത്ത് രണ്ടിനകത്തും ഉണ്ട്. ഇപ്പൊ ഒരു ക്യാരക്ടർ നമ്മൾ നോട്ട് ചെയ്ത് ക്യാരക്ടർ ആർക്കൊക്കെ നോട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒക്കെ, പക്ഷെ അത് ആളിലേക്കുകളിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചെന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. മാടമ്പിയിൽ അങ്ങനെയുണ്ട്. മാടമ്പി ഈസ് ഔട്ട് ആൻഡ് ഔട്ട് ഈ പറയുന്ന പോലെ. അതിൻ്റെ ഫ്യൂഡൽ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് തിരിച്ചു നോക്കുമ്പോൾ അതിൽ ഡിസ്റ്റർബിങ് ആവേണ്ടത് ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമയാണ്. Knowing fully well that it glorifies the institution of family. Because he's a patriarch. I did that. Because I had a feeling that it would work commercially. It would give me my first blockbuster. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഫാമിലി അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു രാഷ്ട്രീയ തെറ്റ് അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യമുള്ള ഒരാൾ എന്തിനാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് പോണതെന്നുള്ളത്. ആസ് ഐ ടോൾഡ് യു നമുക്ക് ഇതിനകത്ത് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ സക്സസ് ആണ് അതിനകത്ത് പ്രധാന കാര്യം. പിന്നെ ആളുകളിലേക്ക് എത്തുന്ന ചില ഫൈനർ ഫീലിങ്സ് ഉണ്ട് വിച്ച് നെവർ ചേഞ്ചസ്. അതിന്റെ ഗ്രഡേഷൻസ് മാറും എന്നുള്ളത്.
മാഡമ്പി അതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു അത്തരം മൊമെന്റ്സ്. ഫോർ ഇൻസ്റ്റൻസ് ദ മാജിക് ബിറ്റ്വീൻ ലളിത ചേച്ചി ആൻഡ് ലാൽസ, ആൻഡ് ഗ്രേറ്റ് മ്യൂസിക്, പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ, അമ്പിളി ചേട്ടൻ. I accept your criticism and you fully well that the film consolidates what do you call the movie of that period. അതെ, ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അതിൻ്റെ വാല്യൂസ്, ആ വാല്യൂസ് ഇൻ്ററോഗേറ്റ് ചെയ്യപ്പെടരുത് എന്നൊക്കെ ഉള്ള ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ അത് ബട്രസ് ചെയ്യുന്നുണ്ടാവാം ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ അതിനകത്ത് വളരെ സട്ടിലായിട്ട് അതിന് മറികടന്ന് അതിന് ഓപ്പോസിറ്റ് പോകുന്ന ഒരു കറൻറ്റും വളരെ ആക്റ്റീവായിട്ട് അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഫിലിം വർക്ക് ചെയ്തതെന്നും എനിക്ക് തോന്നുന്നു. And I don't think many people give a lot of credit to the performance, Mohanlal's performance in that, because it's a very dark character. At least for about 3/4 of the film, it's a very dark character. ഇപ്പോൾ ഒരു villainous character അല്ലെങ്കിൽ ഒരു ഡാർക്ക് ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസർ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ സ്പേസിൽ ഇറ്റ്സ് മച്ച് സേഫർ. കാരണം ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കുമല്ലോ. പക്ഷെ ഇൻസൈഡ് എ ഹൗസ്, വെൻ യു റൂട്ട് ടു യുവർ മദർ, വെൻ യു റൂട്ട് ടു യുവർ യങ്ങർ ബ്രദർ, എക്സാക്ട്ലി ആ സബ്വേർഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം അന്ന് വരെ ഞാനത് പറയാതിരുന്നതാണ്. ലാൽ സാറും കവിയൂർ പൊന്നമ്മ ചേച്ചിയും തമ്മിലുള്ള ഒരു അമ്മ മകനാണ് നമ്മൾ ഐഡിയലൈസ് ചെയ്തത്. പെർഫെക്റ്റ് വാത്സല്യം തുളുമ്പുന്ന അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ കിടന്ന രാമായണം. ഇത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്തത്. ഭയങ്കര അങ്ങനെ ഒരു കറന്റും ഇതിനകത്ത് ഉണ്ട്. സ്റ്റിൽ ആ കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഒരു സംഗതിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു ഫാമിലി ഡൈനാമിക്സ് പറയാം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഐ തിങ്ക് അൺകോൺഷ്യസ്ലി പീപ്പിൾ മെനി പീപ്പിൾ റിലേറ്റഡ് ടു ഇറ്റ്. യെസ്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു ഐഡിയൽ ഇത് കാണുന്നേക്കാളും കുറെ കൂടി അവരോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനത്തെ സംഗതി ആയിരിക്കാം. ഞാൻ എപ്പോഴും യു ആർ നെവർ നൈസ് ടു അതേഴ്സ് ഓൾവേസ് അല്ലേ, ബട്ട് ഡസന്റ് മീൻ ദാറ്റ് you have a you're evil or and the fact that he's stingy, which is such an interesting character trait. So at least at that phase ipo madambi athra veliya hit ആയി, and you know somewhere that okay, you're very happy with the success. പക്ഷെ എവിടെയോ ഒരു ഈ കാര്യത്തിൽ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഇത് ചില പ്രോബ്ലമാറ്റിക് ആസ്പെക്ട്സ് ഉണ്ട്, but I'm being rewarded. അപ്പോൾ did you feel any kind of dilution in your instincts? ഞാൻ പറഞ്ഞില്ല, ഐ എം നെവർ ഗിൽറ്റ് റിഡൻ. അങ്ങനെ ഒരു ഗിൽറ്റ് നമുക്ക് ഇതിനകത്ത് തോന്നേണ്ട കാര്യമില്ല. ഐ എം അവെയർ അതിനെ കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ അതിന് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഗിൽറ്റ് തോന്നുകയാണെങ്കിൽ നമ്മൾ ഗിൽറ്റ് തോന്നിയല്ലേ ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ ശരികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എത്രയോ റിഗ്രസീവായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനകത്താണ് ജീവിച്ചു പോകാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ബാധ്യതപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എ ജേർണലിസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ്, എനിക്കറിയാം സിനിമകൾ ഇതുപോലെ വളരെയധികം ശക്തമായിട്ട് വായിക്കുന്നവർ ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അവരും ജോലി ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റർ അതിനകത്തുണ്ട്, ആഡ് റവന്യൂ ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അത്തരം കോൺട്രഡിക്ഷൻസിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒളിച്ചോടാൻ പറ്റില്ല. സോ ലിവ് ദ കോൺട്രഡിക്ഷൻ, അതാണ് നമുക്ക് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. So now I want to do one exercise with you. So because I rewatched all the films maybe a week ago, I was able to gather a few patterns and like pet themes and recurring motifs in your films. Adappa sir ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ can you tell me എന്തുകൊണ്ടായിരിക്കും ഇത് sir? I will try. Because it's a kind of a subconscious activity. You won't do it purposely. Starting from because you worked with the superstars of that era, they are still superstars. I think ഒരു സാറിൻ്റെ ഫിലിംസിലാണ് ഏകദേശം ഒരു ഫസ്റ്റ് ആയിട്ട് ഇവരെല്ലാവരും കൺസിസ്റ്റൻ്റ്ലി ദേ സ്റ്റാർട്ടഡ് പ്ലേയിങ് റോൾസ് ദെയർ ഏജ് അല്ലേ. ദേ ആർ ഇൻ ദെയർ 40s. ഇറ്റ്സ് വെരി എവിഡൻറ്റ് ഇൻ ദ ഫിലിം. ദേ ആർ ഇൻ ദെയർ 40s. മറ്റേ താടിയാണെങ്കിലോ മുടിയാണെങ്കിലോ ഇറ്റ്സ് ഗ്രേയിങ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി almost 80% of your leads are either single, they choose to be single, or they're separated. Single in the case of IG-ലാണെങ്കിലോ മാടമ്പിയിലാണെങ്കിലോ they're single, അല്ലെങ്കിൽ they're either divorced or wife passed away അങ്ങനത്തെ. Why do you have such a fascination for lead protagonists who are middle-aged and single?
അത് റിക്കറിങ് പാറ്റേൺ 2-3 കാര്യങ്ങളാണ്. ഇപ്പം മമ്മൂക്കയായിട്ടോ ലാൽ സാറായിട്ടോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ വെച്ച് വർക്ക് ചെയ്യാനായിട്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ലവ് സ്റ്റോറി നമ്മൾ പറയണം. ദേ ഷുഡ് പ്ലേ ദർ ഏജ്. അവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ ഫോക്കസ് അതൊരു ലവ് സ്റ്റോറി ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കോപ്പ് ഫിലിം എല്ലാം നമ്മൾ ഇപ്പം വില്ലൻ എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ തന്നെ വൈഫിന് അങ്ങനെ ചെയ്ത് യൂത്തനൈസ് എന്നുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ ലോണർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഈവൻ ഇൻ ലിറ്ററേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യു ആർ ഡിസ്റ്റൈൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ സെൽഫ്, യു ആർ ലെഫ്റ്റ് ടു യുവർ സെൽഫ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ ഹൈ സൗണ്ടിങ് ആയിട്ട് തോന്നാം, പെട്ടെന്ന് എനിക്ക് മനസ്സിൽ എപ്പോഴും വരുന്നൊരു സംഗതി എന്താണെന്നറിയോ, ഈ കാഫ്കയുടെ ട്രയലില് എഴുന്നേറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, ഇയാൾക്ക് വെളിയിൽ പോകാൻ പറ്റണില്ല എന്നുള്ളത്. പക്ഷെ അയാളുടെ മുഴുവൻ മാനസിക വ്യാപാരം അയാളുടെ ഉള്ളിലാണ് നടക്കുന്നത്. എന്ന് വെച്ച് കാഫ്കെ പോലുള്ള ഒരു വലിയ മാസ്റ്റർ പീസിനകത്തുനിന്ന് എന്നാ പിന്നെ നീ അതാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിക്കുകയല്ല ഞാൻ പറയാം. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇപ്പം ഗ്രാൻഡ് മാസ്റ്ററിൽ ആദ്യം അങ്ങേര് ഒറ്റയ്ക്ക് ഓഫീസിൽ പോകുന്നവരെയുള്ള അങ്ങേരെ ഒരു ടൈമുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. ഇപ്പൊ വില്ലനിലുണ്ട് അങ്ങേര് പാക്ക് ചെയ്ത് പോകുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോ ക്രിസ്റ്റഫറില് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇദ്ദേഹം ഫ്രിഡ്ജ് തുറക്കുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇറ്റ് ടേക്സ് ഒരു ഉറക്കം വരാനായിട്ട് ഒരു ഡ്രഗ് കഴിക്കുന്നത്, ആന്റി ഡിപ്രസന്റ് കഴിക്കുന്നത്, അയാളുടെ ഒരു ലോൺലിനെസ് ആണ് നമ്മൾ അതിനകത്ത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് തോന്നുന്നു. സിൻസ് യു ഹാവ് പോയിന്റഡ് ഡൗൺ, ഞാൻ ഇനി അതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സിമിലർലി ഈസ് ദ ഹീറോയിൻ വിത്ത് അതോറിറ്റി. ഇങ്ങനെ ഈ മോസ്റ്റ് ഓഫ് ദീസ് ഫിലിംസ്, ബിക്കോസ് ദ ഹീറോസ് ആർ ലോണേഴ്സ് or they've chosen to be single, in almost all your films the heroines have authority and they're quite powerful. They are lawyers, they are teachers, they are collectors, or they are panchayat office oru secretary, oru some senior position, and almost always they are against the hero also. It creates a lot of, even though there is no heroine, it creates another kind of an energy, because there is that yin and yang of a man and a woman. There is an energy. Adallande, it's also interesting because the heroine is almost a villain to the hero. Adum has happened about 6 or 7 times, I think, in your films. That dynamics എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. That conflict. പിന്നെ എന്താ പറയേണ്ടത്, നമ്മൾ ഐ എം വെരി കെയർഫുൾ വെൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരുമ്പോൾ ചില ഏരിയയിൽ ഞാൻ വളരെ കെയർഫുൾ ആവാറുണ്ട്. ഇപ്പോൾ വളരെ നിശ്ചിതമായിട്ട് റിഗറസ് ആയിട്ട് ഈ ഫിലിമിനെ വായിക്കുന്ന, റീഡ് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് വായിക്കുന്നവർക്ക് 100 കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഇതിനകത്ത് എനിക്കെതിരെ കണ്ടെത്താം. വിച്ച് ഐ സേ ദേ ആർ ഓൾ ദെയർ. ബട്ട് ഗിവൺ ദാറ്റ് ഐ ടേക്ക് സം കെയർ ഇൻ ദ ഡെലിനേഷൻ ഓഫ് ദോസ് ക്യാരക്ടേഴ്സ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ പ്രമാണിക്കകത്ത് ഒരു മന്ത്രി പറയുന്നുണ്ട് സ്നേഹയോട്, നിങ്ങളെയും ഇയാളെയും കുറിച്ച് കുറെ കാര്യങ്ങൾ കേൾക്കുന്നല്ലോ എന്നുള്ളത് മമ്മൂക്കയെ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ കൊച്ചെ, സൂക്ഷിക്കണം, എനിക്ക് കുറെ ഊമക്കത്തുകൾ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ബ്യൂറോക്രസിയിലെ ഒരു ഡേ ടു ഡേ പവർ റിലേഷൻഷിപ്പിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഇന്റിമിഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് 2009, ഓൾമോസ്റ്റ് 14-15 years ago. പക്ഷെ സ്നേഹ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് അയാളോട്. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫയലുകൾ നോക്കാൻ സമയമില്ലെങ്കിലും ഊമകത്തുകൾ നിങ്ങൾക്ക് വായിക്കാൻ സമയമുണ്ടല്ലോ. ഞാനും ഇദ്ദേഹവും തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണുള്ളത്. പിന്നെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേരും ഡിസിഷനാണ്, ഐ ലെറ്റ് യു നോ എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് അത്തരത്തിലുള്ള ചില കെയറെങ്കിലും ഞാൻ എടുക്കുന്നു, ബോധപൂർവം ഞാൻ എടുക്കാറുണ്ട്.
ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു നോ Yeah. ഇതുകൊണ്ട് അവർ ഭയങ്കര ഗംഭീരമായി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അതല്ലാത്ത ഒരുപാട് നിശിതമായിട്ടുള്ള ക്രിറ്റിസിസങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ valid and in place. I have absolutely no quarrel with them. So ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഡൈനമിക്സ് നല്ലതാണെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. For drama. Rather than having a forced love interest and also a submissive heroine. So the conflict becomes more interesting. ഒരു വില്ലൻ മാത്രമല്ലല്ലോ, ഇപ്പുറത്തും ഒരു സംഗതി നിൽക്കുകയാണ്. Then I decided to write. ഇപ്പോൾ ലാൽ സാറിന് വേണ്ടി മാടമ്പി എഴുതാൻ സമയത്ത് he was not going through a great phase. അദ്ദേഹത്തിന്റെ സിനിമകൾ അതെ, അത് അങ്ങനെ ഒരു സമയത്താണ് മാടമ്പി എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അത് മാടമ്പി പോലൊരു ക്യാരക്ടർ ഞാൻ പിച്ച് ചെയ്തപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിലേക്ക് ഹുക്ഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് സോ ബാലേട്ടൻ പോലൊരു സിനിമ വലിയ ഹിറ്റായിട്ട് അതിന് മുമ്പ് സോ പക്ഷെ അതിനകത്ത് ഭയങ്കര വെർച്വസ് ആണ് നായകൻ എന്ന് പറയുന്നത്. പലപ്പോഴും വിക്റ്റിമാണ് അയാൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ പെട്ടെന്ന് ആക്ടർക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഐ ഹാവ് സംതിങ് ഹിയർ എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടാവും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. അതിന് മുമ്പ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. Another thing, another motif is the adopted kid, the adopted daughter. അപ്പോൾ ഇത് പ്രമാണിയിലാണെങ്കിൽ of course the Nazriya character. വേറെ maybe if you talk ക്രിസ്റ്റഫറിലേ ഉള്ളൂ. ക്രിസ്റ്റഫറില് ഐശ്വര്യയുടെ ക്യാരക്ടർ ഇല്ല. സിദ്ദിഖ്സ് അഡോപ്റ്റഡ് ഡോട്ടർ, മിയ സിദ്ദിഖ്സ് അഡോപ്റ്റഡ് ഡോട്ടർ ഇൻ മിസ്റ്റർ ഫ്രോഡ്. അപ്പോ why do you have, and it's a peculiar thing to see as a recurring character. അല്ലെ, ഒരു daughter is an adopted daughter, even though in some cases they have actual children. അത് where do you think the genesis of that would have been? I don't know, since you have pointed it out, I should think about it. Some psychoanalytic situation ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു ഫാദർ ഡോട്ടർ മോട്ടീവ് ഇങ്ങനെ റിക്കർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. But I enjoy because I have a daughter. So ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്ററിലെ മോഹൻലാലും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പലരും എന്നോട് ആ സിനിമ കാണുന്നവർ ഇപ്പോഴും പറയാറുണ്ട്, ഭയങ്കര രസമുണ്ട് എന്ന് പറയാറുണ്ട്. മേ ബി അത് അങ്ങനെ ആയിരിക്കാം, കുറച്ച് അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. Another two more things that also keep recurring is, especially if you talk about Joshi sir's films, അതിൽ എപ്പോഴും ഒരു younger brother, usually played by Vijay Menon, അതുപോലത്തെ ഒരു younger brother ഒരു ഫിഗർ ഉണ്ടാവാറുണ്ട് അവരുടെ ഫിലിംസിൽ. But even if you talk about your films directly, IG-ലൊക്കെ he's a direct brother. പക്ഷേ Vijay Menon in Cover Story, or if you talk about maybe Vijay Babu's character in Mr. Fraud, അതും ഒരു almost recurring ആയിട്ട് വന്നിട്ടുണ്ട്. Similarly, there's also a very evidently communist character also, like maybe Janardhan in Pramani, Siddiq in Mr. Fraud. ഇത് രണ്ടിന്റെയും അല്ല, കമ്മ്യൂണിസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ മിക്കവാറും എല്ലാ സിനിമകളിലും അങ്ങനെയുള്ള ഒരു സാധനം overtly communist, as in you can see marks in the background. അത് ഒരു റിക്കറിംഗ് തീമായിട്ട് ഒരു ലെഫ്റ്റ് ഒരു സംഗതി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ടാവാം, അതില്ലാത്ത സിനിമകളും ഉണ്ട്. വെരി ക്രിട്ടിക്കൽ ഓൾസോ. സോ ഈ സിബ്ലിംഗ്, ഈ ഒരു എന്താണ് പറയേണ്ടത്, അത് ഞാൻ ബോധപൂർവ്വം കട്ട് ചെയ്യാൻ ഒരുപാട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് അവെയറാണ് അതിനെക്കുറിച്ച്. അതൊരു ക്ലീഷേഡ് പരിപാടിയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സിനിമ മുഴുവൻ ക്ലീഷേ അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. കാര്യം അജ്മൽ ഇൻ മാടമ്പി, IG-യിലെ മറ്റേ ഗോവിന്ദ് പത്മസൂരിയുടെ കഥാപാത്രം,
സിദ്ദിഖ് പ്രമാണിയിൽ അതിങ്ങനെ റിക്കവറി വരുന്ന ഒരു നല്ല വൃത്തികേടുണ്ട്. അതുകൊണ്ട് അത് അത് കട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഞാൻ അതിന് ശേഷം നോക്കിയിട്ടുണ്ട്. Okay. So similarly, sir, my other question is, idupole thanne, I'll just say the name of the film and then you can talk about your analysis. Generally, when you talk about a lot of senior directors, I mean, altogether you've worked in 17-18 films, like apart from what you've directed. പക്ഷേ ഈ സാറിൻ്റെ ഒരു റേഷ്യോ, റൈറ്റ്, ഹിറ്റ് ടു മിസ് റേഷ്യോസ് pretty much the same as a lot of directors. പക്ഷേ സാറിൻ്റെ അടുത്ത് അതൊരു, when people talk about your ratio, do you think people have been unfair? കാരണം ഒരുമാതിരി എല്ലാ സക്സസ്ഫുൾ ഡയറക്ടറിനും ഏകദേശം ഹിറ്റ് മിസ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ the fact is that ഇതിനകത്ത് ഒരു ഇക്കണോമിക്സ് പറയുകയാണെങ്കിൽ we won't know the reality. അതായത് ഒരു എൻ്റെ സിനിമയിൽ പണം മുടക്കിയിട്ട് ഭയങ്കരമായിട്ട് ലോസ് വന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആ റേഷ്യോയിൽ എനിക്കൊന്നും ഞാൻ കുറേ അധികം മുകളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല തരത്തിലുള്ള ബിസിനസ് ഉണ്ടാവാറുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള വാല്യൂ നമ്മൾ ഇതിന് മുമ്പ് അച്ചീവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലൊന്നും അത്രയും ബോധേഡല്ല. പിന്നെ ഇപ്പോൾ ഓഫ് ലേറ്റ് എല്ലാ സിനിമയിലും എൻ്റെ പ്രൊഡക്ഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്ത് വന്നാലും അതിൻ്റെ ഒരു പിന്നെ വെദർ പീപ്പിൾ ഹാവ് ബീൻ അൺഫെയർ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഓൺ ദ ഹോൾ വെൻ ലുക്കിംഗ് അറ്റ് ദ നോയ്സസ് അറൗണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ലാൽ സാറും ഞാനുമായിട്ട് ചെയ്ത പടങ്ങൾ എടുക്കുക, മാടമ്പി വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിമാണ്. തന്നെയല്ല ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ, അതും എനിക്ക് തോന്നുന്നു ഹിറ്റാണ്. തന്നെയല്ല അത് ലാൽ സാറിൻ്റെ ആ പീരീഡും ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആ ഒരു ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തൊരു ഹിറ്റിലേക്ക് വന്ന ഒരു സിനിമ. അതിനുശേഷം മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഡിസിഷൻ എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയ ഒരു സിനിമയാണ് ലുക്കിംഗ് ബാക്ക്. അതർവൈസ് ഇറ്റ് വാസ് ഒരു കമേഴ്ഷ്യലി അത് ഒരു ഓക്കെ ആവേണ്ട ഒരു സിനിമയായിരുന്നു. അതിൽ ഒരു ചെറിയ നഷ്ടം ആ പ്രൊഡ്യൂസറിന് വന്നിട്ടുണ്ട്. ബട്ട് വില്ലൻ പ്രൊഡ്യൂസറിന് നഷ്ടം വന്നിട്ടില്ല. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫിലിം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഇപ്പം എക്സ്ട്രാ ജുഡീഷ്യൽ സംഗതിയെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ, ഈവൻ ഇൻ യുവർ റിവ്യൂ യു സേ ദാറ്റ്. പക്ഷേ അതിൽ ജനഗണമനയും ഐ തിങ്ക് യു ആർ മെൻഷനിങ്. വില്ലൻ എന്താണ്? എക്സ്ട്രാ എന്ത് വന്നാലും എക്സ്ട്രാ ജുഡീഷ്യൽ ഒരു ഇതിലേക്ക് പോകില്ല, വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഉള്ളത്. അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് ആ സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് വന്നിട്ടുള്ള പല വായനകളും ക്രിട്ടിക്കൽ റീഡിങ്സ് ഞാൻ പറ്റും. അതിൻ്റെ ഐ വാസ് സ്ലൈറ്റ്ലി സർപ്രൈസ്ഡ് ബൈ ദോസ് at that time and even now when I look back. For instance, Bharadraj, he says, profusely uttering philosophical nonsenses, stuff like that. So why can't a man quote Shakespeare in a daily life? എന്തുകൊണ്ട് അങ്ങനൊരു ഡേ ടു ഡേ ലൈഫിൽ ഒരാൾക്ക് ഷേക്സ്പിയർ കോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതല്ലേ എലിറ്റിസിസം എന്ന് പറയുന്നത്? എത്രയോ പേരുണ്ട്. ഇന്നാൾ ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ, ഏതൊരു മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം ഒരു ഇത് പോയപ്പോൾ, ബ്രെവിറ്റി എന്ന് പറഞ്ഞിട്ട് ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായ വാചകം അത് കോട്ട് ചെയ്തിട്ടാണ് ആ ഓഫീസർ മീറ്റിംഗ് തുടങ്ങുന്നത്. അപ്പം അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മാത്യു മാഞ്ഞിരാൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഭയങ്കര ടർബുലന്റ് ഇന്നർ ലൈഫ് ഉണ്ട്. കാര്യം അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണ്. അപ്പൊ അയാളോട് ചോദിക്കുമ്പോൾ നത്തിങ് ഈസ് ബ്ലാക്ക്, നത്തിങ് ഈസ് വൈറ്റ്, എവറിത്തിങ് ഈസ് ഗ്രേ എന്നാണ് അയാൾ പറയുന്നത്. ഈ ഒരു ലൈൻ മോഹൻലാൽ ഒരു ഉണ്ണികൃഷ്ണൻ സിനിമയെ പറയുമ്പോഴാണോ പ്രശ്നം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതേ ലൈൻ ഇതേ ആക്ടർ
ഞാൻ വേറൊരു ഡയറക്ടറുടെ പേരൊന്നും പറയുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് രോമാഞ്ചം വരുന്നുവെന്ന് ഇതേ നിരൂപകൻ പറയാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ച സക്സസിനേക്കാൾ കൂടുതൽ ക്രിറ്റിസിസത്തിന്റെ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ അമ്യൂസിങ് റിയലി. ഐ എം നോട്ട് ഗ്രേറ്റ്ലി പെർട്ടർബ്ഡ് ബൈ ദിസ്. സീൻസ് ഓൺലി യു ബ്രോഡ്സ് ദിസ്. ഞാനിതിന് മറുപടി പറഞ്ഞു. ഇപ്പോൾ ഇത് വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു സംസാരമായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ വിശാൽ തന്നെ ക്രിസ്റ്റഫറിനെ കുറിച്ചുള്ള റീഡിങ്ങിൽ എഴുതുന്നുണ്ട്, ഓൺ പേപ്പർ ദീസ് ആർ ഓൾ, you know, these characters are this, but I felt like, you know, they are plain and two-dimensional and stuff. You have written that, but that's a very subjective, of course, observation. I don't have any issue. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നരുതെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. But when you make an ideological statement, you know, based on എൻ്റെ ഒരു സിനിമ, ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭരതരാജന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ വരികയാണ്, ഐ എം എംബാരസ്ഡ്. അത് എന്താണ് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് തോന്നാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് വില്ലൻ പറയാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ഇവര് കാണാതെ പോകുന്നു. അതിനേക്കാൾ ഡേഞ്ചറസ് പൊളിറ്റിക്സ് ഉള്ള സിനിമകൾ അതിന്റെ രാഷ്ട്രീയം സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. റോങ്ലി റോങ്ലി എന്ന് പറയുന്നത് ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ട്വീറ്റ് ചെയ്തിട്ട് പോലും ഉണ്ട്. എനിക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ലുക്ക് അറ്റ് ദി സിനിമ, ലുക്ക് അറ്റ് ദ ഫിലിം, അതൊരു ന്യൂക്ലിയസ് ഫാമിലിയിലേക്കുള്ള മടക്കത്തെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയല്ലേ. അത് നമുക്ക് പ്ലഷർ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഐഡിയോളജിക്കൽ മൂറിങ്സിന്റെ ഒരു സംഗതിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ ബിഗിനിങ്ങിൽ ഒരു മെയിൽ ഫ്രറ്റേണിറ്റി ഉണ്ട്. അതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ആ ബ്രദേഴ്സ് തമ്മിൽ ഉണ്ടെങ്കിലും ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ. അത്ഭുതകരമാവണ്ണം ഞാൻ കണ്ട ഒരു സംഗതിയാണ് അത്. അതിനകത്തൊരു പാട്രിയാർക്കും അമ്മയും ഇല്ല എന്നുള്ളതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞ സിനിമയാവും. ഓക്കെ, ദരിദ്ര പ്രസാദ് സാറും മീനച്ചിച്ചിയുടെയും കഥാപാത്രത്തിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ അത് സെന്റേർഡ് അല്ല, വളരെ ഡീസെന്റേർഡ് ആണ് ആ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഹോം എന്ന് പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര സ്ട്രൈഫ് അനുഭവിക്കുന്ന, കോൺഫ്ലിക്ട്സ് അനുഭവിക്കുന്ന ബ്രദേഴ്സാണ് അവിടെ ഉള്ളത്. ഒരു മെയിൽ വേൾഡ് ആണ് അത്. ഒരു പ്രത്യേകതരം ബോണ്ടിങ് ആണ് അവിടെ. അവിടേക്ക് സ്ത്രീകൾ കടന്നു വരിക. അപ്പോൾ ഹെട്രോസെക്ഷുവാലിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ആ ഒരു ജോയിന്റ് മെയിൽ കമ്മ്യൂണിറ്റി എങ്ങനെ ഒരു ഹെട്രോസെക്ഷുവൽ സെൻട്രിക് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഐഡിയോളജിക്കൽ ആർക്ക് എന്ന് പറയുന്നത്. അത് രണ്ടും നമുക്ക് ഭയങ്കര പ്ലഷർ തന്ന ഒരു സംഗതിയാണ്. പക്ഷെ എത്ര പേര് ഇതിനെ ഇങ്ങനെ വായിച്ചു ഈ സിനിമയെ? വളരെ കുറച്ച് പേരെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. കാര്യം ആ സിനിമ നമ്മളെ അത്രയും എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വായിക്കാം. ക്രിസ്റ്റഫർ പോലും ഇങ്ങനെ ആയിരിക്കില്ല എനിക്ക് തോന്നാറുണ്ട്. Okay, so let me go through some of your films. ആ സമയത്ത് തിയേറ്ററിക്കലി വർക്ക് ആവാത്ത ഫിലിംസ് ആണ്. I want you to give me your analysis of why it didn't work. And this could be, of course, external circumstances, or it could be dramatic reasons or narrative reasons. Like, I want to know what the climax of Mr. Fraud would have been in the original version. But let me just go through some of these films. Pramani. What do you think was? എനിക്ക് തോന്നുന്നു many people thought it's a weak repetition of Madambi. Ambience wise and dialect wise, and also the rivalry between brothers is also a recurring thing, and it came just after that, you know. So that is one of the reasons why it didn't do well. They expected something different, and also I think the pace of the film was little on the downside. But Madambi was, you know, was moving in a very thick pace, but ഇവിടെ കുറച്ചുകൂടി slow paced ആയിരുന്നു. അതും വർക്ക് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. And most of the jokes didn't land. Number of reasons. Still that film remains very dear to me. Thriller.
Thriller was a mess in every sense, you know. അതിനകത്ത് ഓവർ ദ ടോപ്പ്, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ ഭയങ്കര ഓവർ ദ ടോപ്പാണെന്ന് എനിക്കിന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേ, യുനോ, ഇറ്റ് വാസ് നോട്ട് എന്താ പറയണ്ട, കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അല്ല, റൈറ്റിംഗ് സ്റ്റേജിൽ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ബിക്കോസ് എനിക്ക് അതിനകത്ത് ഒരുപാട് പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. Half of the time I was sorting out that. Okay. So my focus was entirely, you know, disturbed, shaken. പിന്നെ എനിക്കൊന്നു രാജുവിൻ്റെ അൻവർ എന്ന് പറഞ്ഞ പടത്തിന് ക്ലോസ് ഓൺ, ഐ മീൻ തൊട്ടടുത്താണ് ഇത് വന്നത്. അപ്പോൾ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് രണ്ടും കൂടി എപ്പോഴും കമ്പയർ ചെയ്യും. സോ ദർ ഇസ് ദിസ് ഇൻഇമിറ്റബിൾ അമൽ നീരദ്, യുനോ, വിത്ത് the music and slow motion, and you know, when you see the same thing in a എനിക്കൊന്ന് കുറച്ച് ക്വാളിറ്റി വൈസ് അതിനേക്കാൾ വളരെ താഴെ നിൽക്കുന്ന വിധത്തിൽ അത് കാണുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ മെസ്. ഇറ്റ്സ് എ വെരി ബാഡ്ലി മെയ്ഡ് ഫിലിം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഐ തിങ്ക് എൻ്റെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. I Love Me. I Love Me was a mistake from the word go. It's the first film you are doing for an outside writer, അല്ലേ? Because എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ പ്രൊഡ്യൂസറിന്. സോ എൻ്റെ കയ്യിൽ അപ്പോൾ സ്ക്രീൻ പ്ലേ ഒന്നുമില്ലായിരുന്നു. സേതു കെയിം ഔട്ട് വിത്ത് ദ സ്ക്രീൻ പ്ലേ. എനിക്ക് അതിനകത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ സേതു പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്, ബട്ട് ഐ ഹാവ് ടു ഗോ ത്രൂ ദ പ്രോസസ് ആൻഡ് ഫിനിഷ് ഇറ്റ്. സോ ദാറ്റ് വാസ് എ dud in every sense. Mr. Fraud? Mr. Fraud could have been better, you know. അതും ഈ സ്ക്രീൻ പ്ലേ വൈസിൽ അതിൻ്റെ ഒരു എൻഡിങ് ഞാനൊന്നും മാറ്റി ആലോചിക്കണമായിരുന്നു. ഒന്ന്. രണ്ട്, ആ ഒരു ഹീസ്റ്റ് ആണല്ലോ അതിനകത്തെ മെയിൻ സംഗതി എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്കെയിൽ ഷുഡ് ഹാവ് ബീൻ, you know. But it's very timely, right? When that Padmanabha Swamy timely event is happening. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ എക്സിക്യൂഷൻ പ്രോസസ് ഉണ്ടല്ലോ, കേവിലൂടെ പോകുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഈ കേവിലൊക്കെ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വേണമായിരുന്നു. അപ്പം ഇത് as a heist it's not very complicated. Because നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള ഹൈസ്റ്റ് ഫിലിംസ് കണ്ട് ആണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു ബഡ്ജറ്റ് അന്നത്തെ കാലത്ത് നമുക്കില്ല. എന്നിട്ടും ആ സിനിമ അന്ന് മിസ്റ്റർ അനൂപ് വാസ് എ പ്രൊഡ്യൂസർ, വാസ് such a gentleman and great producer. He spent a lot of money on that. പക്ഷെ അതിനേക്കാൾ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വേണമായിരുന്നു, അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു. പിന്നെ മോഹൻലാൽ സാറിന്റെ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ആളുകൾ അന്ന് ഫൈനൽ അതും എൻ്റെ ജഡ്ജ്മെന്റ് പാളിപ്പ. അത് അതിന്റെ സാഹചര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് കടന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഒക്കെ അതിനകത്ത് വരും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഞാൻ. But I still think that the logic of an emotionless man having like a dark past coming into the future still an interesting ആയിരുന്നു. അതിന്റെ ഒരുപക്ഷെ അതിന്റെ എൻഡ് കുറച്ചും കൂടി എനിക്ക് റീവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറെ കൂടി ഡാമേജ് കൺട്രോൾ നടത്താമായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഏരിയ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആവണമായിരുന്നു. ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് വളരെ കൂടിയിട്ടുണ്ട് സിനിമയിൽ. ഇന്നത്തെ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് വൺ ഫിലിം, യുനോ, ഐ സ്റ്റിൽ തിങ്ക്, യുനോ, എനിക്കത് റീവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സിനിമയായിരുന്നു. വില്ലൻ ഇസ് മാർക്കറ്റിംഗ് ടു സം എക്സ്റ്റെന്റ്. അതൊരു വലിയ മാസ് ഫിലിമായിട്ട് ആളുകൾ കരുതിയെന്ന് തോന്നുന്നു. പിന്നെ ദിസ് ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻസ്, യുനോ, സോ ദേ, ഐ മീൻ മോസ്റ്റ് ഓഫ് ദം ഡിഡ്ന്റ് ലൈക്ക് ദ ഫിലിം. ഈവൻ നൗ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചിലരൊക്കെ ഇപ്പോൾ എഴുതുന്നുണ്ട് ലാൽ സാറിന്റെ അടുത്ത കാലത്തെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ്. ഈ വില്ലൻ ഒരിക്കലും അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് എൻ്റെ സ്ക്രീൻ പ്ലേയിലെ ഒരു ത്രസ്റ്റേ ആയിരുന്നില്ല. എൻ്റെ മുഴുവൻ ട്രസ്റ്റും ഇങ്ങനെ ഒരാളും മറ്റൊരാളും എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും അല്ലാത്ത ഒരാളും തമ്മിലുള്ള ഫേസ് ഓഫ് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ഒരു ഫിനാലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സീരിയൽ കില്ലിങ്ങിൻ്റെ ട്രാക്കിംഗ് ഭയങ്കര ഈസി ആയിപ്പോയി.
അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ത്രില്ലാണ്. വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യണം. മേ ബി ട്രൂ, കാണുന്ന ഒരാൾക്ക് ടീഡിയസ് ആയിട്ട് ചിലപ്പോൾ അത് തോന്നിക്കൂടായികയില്ല. ബട്ട് അത് ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ ഞാനെടുത്ത ഡിസിഷന്റെ പ്രശ്നമായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഗതിയായിരുന്നു പ്രധാനം. ബട്ട് ഇറ്റ് റിമെയിൻസ് till date my favorite film. And it's entirely your zone also. Entirely my zone എന്ന് മാത്രമല്ല, അതിന്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് സ്റ്റിൽ ഐ തിങ്ക് അത്രയും എഫേർട്ട് നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. Finally, Aaraattu. Not my zone at all. Udayan came with this character Neyyattinkara Gopan. So he said, Neyyattinkara Gopan seems to be very interesting. Why don't you work on it? അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ he came out with something and I wanted to do a full-on spoof. Okay. Full film. Yeah. Full film. അപ്പം ലാൽ സാറിന്റെ സൂപ്പർ സ്റ്റാർഡം ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ട് ചെയ്ത സിനിമകളുണ്ടല്ലോ, പുള്ളിയെ കൊണ്ട് തന്നെ നമ്മൾ സ്പൂഫ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസകരമായിരിക്കും. വേറൊരു ആക്ടറോട് പോയി പറഞ്ഞാൽ ഒരുപക്ഷെ സമ്മതിക്കില്ല. Then I called him up and I told him, Cheta, can we do this? So, why can't we do this? Okay. We worked. Where we made the mistake is it should have been throughout, like that. പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആവശ്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. Yeah, or that could have been finished in 15 minutes or 10 minutes or. അല്ല, അത് ട്രാക്ക് ശരിയല്ല. കാര്യം ലുക്കിംഗ് അറ്റ് ദ ഫിലിം അങ്ങനെ ഒരു ട്രാക്കിലേക്ക് അത് പോകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമ്മളൊരു ഫുൾ ഓൺ സ്പൂഫാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് പലതവണ നമ്മൾ നരേറ്റ് ചെയ്യുമല്ലോ, ലാൽ സാറായിട്ട് മാത്രമല്ല പലരുമായിട്ടും. അപ്പൊ എല്ലാവരും ചോദിക്കണം, അയ്യോ നിങ്ങളൊരു സിനിമ ഹെവി ആയിട്ട് ലാൽ സാറിനെ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് സ്പൂഫാണെങ്കിൽ ആളുകൾ എന്ത് പറയും? അപ്പൊ നമ്മളും കൺഫ്യൂസ്ഡ് ആയി. So this came as a later addition and attachment, which was the bane of the film. Correct. Yeah. Otherwise, our spoof area still I love it. Like I think this is why I don't think really understand that even that Hyderabad portion that is in that spoof spirit. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു 20-30 minutes of serious stuff happens. ഇതിന്റെ that high pitch they think is intentional. അത് മാത്രമല്ല, ഇപ്പോഴത്തേക്കുള്ള സ്പൂഫിൽ പലതും വർക്ക് ചെയ്യാതെ അവരത് വെറും റെഫറൻസസ് ആയിട്ട് കണ്ടു. They say that these are all references of celebration. Correct. Okay. Yeah. പക്ഷേ ഒന്നും സെലിബ്രേഷൻ അല്ലായിരുന്നു, എല്ലാം നമ്മൾ അങ്ങനെ തന്നെ സ്പൂഫ് ചെയ്ത് പോയി. Because that the entire ഉറങ്ങി പിന്നെ തളർന്നു കിടക്കുന്ന ഒരാളെ ചന്ദ്രലേഖ വേണോ എന്ന് ചോദിക്കാതെ, പക്ഷെ പലരും അത് അങ്ങനെയല്ല കണ്ടത്. പിന്നെ സംതിങ് അതിനകത്ത് ചിലതൊക്കെ ഞാൻ പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലി ബൈറ്റിംഗ് ആണ്. എന്താണ്, ഞാൻ കാലാകാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഉത്സവം നടത്തുന്ന ഒരാളാണ്. ഹി ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ഇവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ഇത് ചോദിക്കുന്നത് മോഹൻലാൽ ആണെന്നാണ്. അവിടെയാണ് അതിന്റെ ഏറ്റവും ഭയങ്കര കട്ടിങ് വരുന്നത്. അത് ഹി ഹോൾ ഹാർട്ടഡ്ലി ഡിഡ് ഇറ്റ്. He said fine. ഈവൻ മമ്മൂക്കയുടെ കിങ്ങിലെ ഡയലോഗ് പുള്ളി പറഞ്ഞു അതിനകത്ത്, നോസിയേറ്റിംഗ് മെഗ്ലോമാനിയ പറയുന്ന ഒരു സംഗതി അതിനകത്ത് പറഞ്ഞു. സോ അത് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഏരിയയിൽ അത് മിസ് ചെയ്താണ് അതിന്റെ പ്രശ്നം. എവിടെയോ അതിന്റെ ഒരു അല്ലെ ബാലൻസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് പോയ പോലെ. അത് പെട്ടെന്ന് നെയ്യാറ്റിൻകര ഗോപൻ ഇതൊന്നും അല്ല, ഒരു ഏജന്റ് ആണെന്ന് പറയുന്നത് ഭയങ്കര ലുഡിക്രസ് ആയിട്ട് ആളുകൾക്ക് പിന്നീട് തോന്നി. എന്നിട്ടാണോ അയാൾ വന്ന് സ്പൂഫ് ചെയ്തത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. പിന്നെ അതൊരു ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ആ ഏജന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് കുറച്ച് ഫണ്ണി ആയിക്കോട്ടെ എന്ന് നമ്മൾ എക്സ് എന്നൊക്കെ ഇട്ടത് അതൊക്കെ ഭയങ്കര സീരിയസ് ആയി. ആർക്കും മനസ്സിലാവുന്നില്ല. ബിക്കോസ് 30 minutes of അത് ഭയങ്കര സീരിയസ് ആയി. അങ്ങനെ ഒരു ഏജന്റ്, അണ്ടർ കവർ ഏജന്റ് ആണ് വന്ന് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ I think the trolls are fully fully justified എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഗതി നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ നമ്മൾ മാറ്റി വെച്ചൊരു സ്ക്രീൻ പ്ലേയെ കുറിച്ച് മമ്മൂക്കയോട് നമ്മൾ പറയുന്നത്.
അപ്പോൾ മമ്മൂക്കയോട് പറയുമ്പോൾ മമ്മൂക്ക പറഞ്ഞു അത് ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കത് ചെയ്യാം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ കൊറോണ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും നമുക്ക് അറിയില്ലല്ലോ. മമ്മൂക്ക വാസ് ഷൂട്ടിങ് എബൌട്ട് ടു ഷൂട്ട് ഭീഷ്മപർവം, അതിന് മുമ്പാണിത്. സോ ഞങ്ങളതൊന്ന് കോമ്പാക്റ്റ് ആക്കിയിട്ട് വി ഗേവ് ഹിം എ റീഡ്. ആൻഡ് ആഫ്റ്റർ ആറാട്ട് I went and met him. I should say this. I told him, Mamuka, Aarat didn't work. എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പുള്ളിയോട് പറഞ്ഞു, വേണമെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, പിന്നീട് നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിനിമയാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഉണ്ണി, നിങ്ങൾ സ്ക്രീൻ പ്ലേ ഫിനിഷ് ചെയ്തു. ഐ ഗേവ് ഹിം എ കോപ്പി, ഐ റെഡ്. He said, let's do this. അപ്പോൾ ആ സ്ക്രീൻ പ്ലേക്കകത്ത് വർക്ക് ചെയ്ത് വന്ന സ്ക്രീൻ പ്ലേക്കകത്ത് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ടെംപ്ലേറ്റ് സിറ്റുവേഷൻ ഉണ്ട്, ഒരുപാട് ക്ലീഷഡ് ഏരിയാസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനകത്തൊരു ക്യാരക്ടർ ഡ്രിവൺ ആണ്. ഇയാളുടെ ഒരു ലോൺലിനെസ്സും ഒരു ട്രാവലും ഇൻറ്റൻസിറ്റി ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പല രീതിയിൽ അപ്പം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ഉദയനുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തോന്നിയ കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ട്. ഇദ്ദേഹം ഏത് സ്ത്രീകളുമായിട്ട് കണ്ടാലും അവർ റേപ്പ് ചെയ്യപ്പെടും എന്നുള്ള ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺ ഒരുപക്ഷെ ആളുകളെ സിനിമയിൽ നിന്ന് മാറ്റുന്നുണ്ടാവും. പക്ഷേ ഈ സ്ക്രീൻ പ്ലേയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എൻറ്റയർ പ്രൊഡക്ഷൻ എന്നുള്ളത് വേറൊരു ഒരു തരത്തിൽ സ്റ്റൈലൈസ് ചെയ്യാനും, സ്റ്റൈലൈസ് എന്ന് പറഞ്ഞാൽ വളരെ സട്ടിലായിട്ട് ചെയ്യാനും, ഈ ക്യാരക്ടറിന്റെ ഇന്റീരിയോറിറ്റി ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ വരുന്നത്. വി ടുക്ക് ഓൾ ഓഫ് us have taken great efforts അങ്ങനെ ഒരു സംഗതി നമുക്ക് തോന്നിക്കാനായിട്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഐ എം പ്രിറ്റി ഓക്കെ വിത്ത് ദിസ് ഫിലിം. കാര്യം സിനിമ ഒരിക്കലും ഒരു നഷ്ടമല്ല. അത് പറയുമ്പോൾ ഇവിടെ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉടനെ നമ്മുടെ സൈബർ സ്പേസിൽ ഇതിൻ്റെ വാറാണല്ലോ, ഇതിൻ്റെ കളക്ഷൻ എത്രയായി, ഇതിലെത്രയായി, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. സി വി ഹാവ് സം വെർട്ടിക്കൽസ് നൗ വിച്ച് ഗിവ് യു an assured revenue. Okay. So you know the minimum amount to be generated from the theatres. അങ്ങനെ ഒരു കാൽക്കുലേഷൻ അതിനകത്തുണ്ട്. അതിനെ നമ്മളൊരു ഫെയർ ലിമിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് സിനിമ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ you will correct, you're safe, you can save the situation. ആ രീതിയിൽ this film works. And ഞാൻ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഞാൻ വായിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ടിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ extra judicial നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. Yes, and there are n number of films which celebrate. But my logic is, sir, you yourself have made a movie that has overcome that phase. ഇതൊരിപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 2012 മുമ്പ്, the norm was a super cop. The norm was for a super cop movie to be, for a super cop movie to be about encounter. Even now, the Rohit Shetty, even Suryavanshi, even to that, തെലുങ്കിലാണെങ്കിൽ ടെമ്പർ, തമിഴിലാണെങ്കിൽ തെറി. പക്ഷേ അല്ല, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ സൂര്യവംശി വരുന്നത്. very recent. I think the next edition is on its way also. So അപ്പോൾ അത് കഴിഞ്ഞിട്ട് because of the success of movies like Vikram Vedha and the way the social media portrayed the whole Hyderabad incident, I feel as a society we have overcome that. Right. അത് ഇപ്പൊ എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങൾ ജനഗണമന, of course അത് ചീത്തക്കാരിയാണ്. there's been a collective understanding. അത് കഴിഞ്ഞിട്ട് when a film comes and when it kind of goes back and says I understand it's a vigilante type of an officer, പക്ഷെ അത് തിരിച്ചു പോകുമ്പോൾ did you feel like a timing തെറ്റിപ്പോയെന്നാ? അല്ല, വേണമെങ്കിൽ ആ ക്രിറ്റിസിസം it stands. And another thing is, in Christopher, the opening encounter is the one which is very similar to the Hyderabad. His past encounters are all in the early 90s. And killing his brother-in-law is a spur of the moment thing. And the second half, when he comes, he plans out everything. So the open, direct thing is the opening sequence.
which very much is like the Hyderabad killings. And ഞാൻ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിരുന്നു. എക്സാക്ട്ലി എന്താണ് അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ആസ് യു സെഡ് യുനോ, എനിക്കതിനെക്കുറിച്ച് നല്ല സംശയങ്ങൾ പൊളിറ്റിക്കലായിട്ടുണ്ട്. ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ മമ്മൂക്കായിട്ട് സംസാരിക്കുമ്പോഴും 100%. പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം ഞാൻ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ എൻകൗണ്ടർ കില്ലിങ്സിന്റെ ഒരു ഡാറ്റാബേസ് എടുത്താൽ 80% പ്ലസ് ഈ മൈനോറിറ്റീസ് ആണ് വിക്ടിംസ്. യു ലുക്ക് അറ്റ് ദാറ്റ്. പിന്നെ അവരുടെ ക്ലാസ് ഹൈദരാബാദ് ഓൾസോ ടെക്നിക്കലി ഇറ്റ് ഈസ് വളരെ അധികം ലോവർ ക്ലാസ്, ഒരു ഭയങ്കര ഒരു ക്ലാസ് പൊളിറ്റിക്സ് അതിനകത്ത്. സോ ഡെലിബറേറ്റ്ലി ഐ മെയ്ഡ് എവ്രിവൺ, എല്ലാവരും ഒരു അപ്പർ ക്ലാസ്സിൽ നിന്നും അതുപോലത്തെ ഒരു ക്ലാസ്സിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളാണെന്നൊരു ഡിസിഷൻ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മളൊരു വിക്ടിമിനെ ഉണ്ടാക്കി ഒരു അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ ജനഗണമന കാണിച്ചതുപോലെ. ബട്ട് സ്റ്റിൽ എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു നീതി നടപ്പാക്കലിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കലി ശരിയല്ല എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ പോലൊരു സിനിമ നമുക്ക് ആദ്യത്തെ പാട്ട് വരുന്നുണ്ട്, രണ്ടാമത്തെ പാട്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഴിമതി നടക്കുന്നിടത്ത് എല്ലാം അയാൾ ഒറ്റയ്ക്ക് പോയിട്ടത്. ബട്ട് വിജിലാന്റിസം ഗോസ് ഇൻടു ദാറ്റ് ഫിക്ഷണൽ സൂപ്പർ ഹീറോ സ്പേസ്. അപ്പൊ അത് പക്ഷെ ഇതിലൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ ഇത് നടക്കുമോ എന്നൊരു ഭയങ്കര ഈ എൻ്റെ ഈ മിക്കവാറുള്ള കോപ്പ് ഫിലിംസ്, എസ്പെഷ്യലി വില്ലൻ കണ്ടിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഓഫീസേഴ്സ് എന്നെ വിളിച്ചിട്ട് ഭയങ്കര നല്ല, അവരെല്ലാം എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് ഇതിന്റെ മുകളിൽ അവരുടെ പ്രതിഷേധം പറഞ്ഞു. ഇറ്റ് വിൽ നെവർ വർക്ക് ഹിയർ. സോ most of them told me. And some one or two people really told me, appreciate, I mean, at least there is a relief that, you know, you're saying at least that this is not fair. അവിടെ ഇവിടെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ, ഒരു ബാലൻസിങ് ആക്ട് ആണ്. Okay, that is a fair criticism and I accept it. And politically, you know, I am not in for it. ലാൽ സാറിന് നെയ്യാറ്റിങ്കര ഗോപന്റെ കഥാപാത്രം വന്നിട്ട് അവിടുത്തെ സ്ത്രീകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പലരും പറയുന്നുണ്ട് അത് ഭയങ്കര ക്രിഞ്ച് ആണല്ലോ, ക്രിഞ്ച്. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ലാൽ സാർ അഭിനയിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഫീഡ് ചെയ്യുമ്പോഴും ദാറ്റ് ഈസ് ഓൾ, യുനോ, അയാളുടെ ഒരു എക്സാജറേഷനും അയാളുടെ ഒരു ഈസ് നോട്ട് ജെന്യുവൻലി. സോ അങ്ങനെ ഒരു സംഗതി അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്ന് അതിന്റെ ഒരു ഓവറോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് അയാള് അവരോട് ശൃംഗരിക്കാൻ പോയി എന്നുള്ളതാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കാര്യങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് അന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ചില ഡയലോഗ് വേണമെന്ന്. പിന്നെ അവസാനം ഇറ്റ്സ് എ ടീം വർക്ക്, ഇറ്റ്സ് എ ടീം ഡിസിഷൻ. അങ്ങനെ ഇപ്പോ ക്രിസ്റ്റഫറില് ഈ ഞാൻ സംഹാരമൂർത്തി എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പൊ ഞാൻ കുറച്ച് ട്രോൾസ് ഒക്കെ ആയിട്ട് കാണുന്നത്. ഒരുപാട് ആലോചിച്ചതാ, ഞാൻ കട്ട് ചെയ്താണ്. ബിക്കോസ് അതും ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. ആ സമയത്ത് എനിക്ക് സൃഷ്ടിയുമില്ല സ്ഥിതിയുമില്ല, സംഹാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. ആ സ്ഥലത്ത് ഒരു ഇംപ്രവൈസേഷൻ നടന്ന, അപ്പൊ അത് വെച്ചിട്ട് നമ്മള് പിന്നീട് അത് ആലോചിച്ചു. അത് കണ്ടു കഴിഞ്ഞും ഞാൻ ആലോചിച്ചിട്ട് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക എനിക്കിതിങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. So Mammuka watched the film. So he came back and redubbed it. കുറച്ചും കൂടി സട്ടിലായിട്ട്. എന്നിട്ട് എഗെയിൻ നമ്മൾ എന്നിട്ട് പുള്ളി പോയി എന്നിട്ട് പറഞ്ഞു, യു ഡിസൈഡ്, യു ടേക്ക് എ കോൾ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളുടെ എല്ലാ ഒരു ടീം ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ എന്റെ കൂടെ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാന്ന് പറഞ്ഞവർ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ പറഞ്ഞു അത് മാസമാണ്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സോ ആ ഒരു ജഡ്ജ്മെന്റ് ഇല്ലേ വിശാൽ, അതാണ് സിനിമ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് നമുക്ക് പോകും, അത് പറയാൻ പറ്റില്ല. നോട്ട് ദാറ്റ് ഐ റിഗ്രറ്റ് ഇറ്റ്, യുനോ. പക്ഷെ ഞാനത് നടന്ന കാര്യം പറയണം. അതുപോലെ ആറാട്ടിലും ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ യു ജസ്റ്റ് യുനോ അലോ ഇറ്റ് ടു ഐ മീൻ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് ഉണ്ടാവും.
But because it's not technically your writing, do you feel that that ownership is also a little less yours? Because I don't feel at least 3-4 situations I don't think would have happened in a film that you had written. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിലേക്ക് അതിന്റെ ഓണസ് കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദ സിഗ്നേച്ചർ ഇസ് യുവേഴ്സ്, ഇറ്റ്സ് എ ഫിലിം ഡിറക്റ്റഡ് ബൈ ഉണ്ണികൃഷ്ണൻ. സോ അതിനകത്ത് എന്ത് ശരിയല്ലെങ്കിലും അവർക്കൊന്നുമല്ല, എനിക്കാണ് അതിന്റെ ബാധ്യത എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഐ ഓൺ അപ്പ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇതൊന്നും മഹാകാര്യമൊന്നുമല്ല. ഇത് എറേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവും. അതിലൂടെ നമ്മൾ സഞ്ചരിക്കും. അത് ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ ശരിയാവും. പിന്നെ ഐ എം നോട്ട് എന്താ പറയേണ്ടത്, ഇതുപോലത്തെ ഒരു ഭയങ്കര സോഷ്യൽ മീഡിയ റാങ്കർ, അതിനകത്ത് ഭയങ്കര പെർട്ടർബ്ഡ് ആവുന്ന ആളൊന്നും അല്ല ഞാൻ. ഐ റെസ്പെക്ട്. സി, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റാൻഡ് ഒരു ക്രിറ്റിസിസം എന്നുള്ളതിന് ഒന്നും എനിക്ക് പ്രശ്നമുള്ള ആളെ അല്ല. പക്ഷെ അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ അതിനകത്തൊരു ഡെമോക്രാറ്റിക് സംഗതി വേണം, ഒരു ഡെമോക്രാറ്റിക് സംഗതി വേണം. നമ്മളത് അഡ്രസ്സ് ചെയ്യുമ്പോൾ പോലും നമ്മളെന്തോ ഭയങ്കര ആളാണ് എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം. ഈ വിമർശിക്കുന്നത് ശത്രുതാപരമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ഗ്രൗണ്ടഡ് ഓൺ, ഐ മീൻ, ഇൻ ഹോസ്റ്റിലിറ്റി. It is a democratic exchange, where you learn a lot from the person you criticize, from what you criticize. തിരിച്ചു അങ്ങനെ തന്നെയാണ്. അത് വേണം. അത് വല്ലാതെ ബോഡി ഷെയ്മിങ്ങിലേക്കും പിന്നെ എന്താണ് ചീത്ത വിളികൾ, ക്രിറ്റിസിസം ബിക്കംസ് പ്യുവർ അബ്യൂസ്. അതിനോടാണ് നമുക്ക് വിയോജിപ്പ്. But don't you feel that that is a because of social media, that is the effect of social media? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ സിനിമ ഉണ്ടാക്കുമ്പോഴും certain extremes are done because even though you don't believe in it, that's what the audiences want. So similarly, I feel ഈ criticism, the harshness or the crassness, I feel that is an attention. Exactly. So some of them have openly admitted that, only when you spread negativity you get attention. So they say that നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടുക. അതെന്തും ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങൾ നോക്കണം. ഇപ്പൊ വസന്തങ്ങൾ എന്നാണ് വിളിക്കുന്നത് സീനിയർ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ എഴുത്തുകാരെ. ഇത്തരം വസന്തങ്ങൾ നമുക്ക് വേണോ? അപ്പൊ പോയകാല വസന്തങ്ങളാണോ അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ് വസന്തം. ഇപ്പോൾ അറബ് വസന്തത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, അല്ലേ? അറബ് നാട്ടിലെ ഒരു അപ്രൈസിംഗ് ഉണ്ടായിരുന്നപ്പോ നമ്മൾ അറബ് വസന്തം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്നാണ് ഷെല്ലി പണ്ട് എഴുതിയത്. എത്രയോ ആളുകൾ അതിനുശേഷം അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും വിപ്ലവകരമായ സംഗതിക്കും ഏറ്റവും വലിയ ഉണർവുകൾക്കും നമ്മൾ വിളിക്കുന്ന പേരാണ് വസന്തം എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത്ര എന്താ പറയേണ്ടത്, മോശമായിട്ടൊരു വാക്കാകുക എന്ന് പറയുന്നത് ഭയങ്കര വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ തരുന്ന ഒരു അനോണിമിറ്റി ഉണ്ട്. യു ആർ സേഫ് സംവെയർ. ഇറ്റ്സ് എ ഗറില്ല വാർഫെയർ ആക്ച്വലി, അല്ലേ? അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. അത് തന്നെയാണ് അതിൻ്റെ പവറും, അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നവും. കാര്യം it's a new democracy. You're not accountable. It opens up. Nobody is now insulated against criticism because anybody with a data phone can mount a very valid criticism against anyone. That is the democratic virtue of this. But at the same time, ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ that kind of openness creates a kind of absolute chaos. Where you can shout, you can abuse, you can get away with it. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്.
സോ നമുക്ക് അതിനെ ആ രീതിയിൽ കാണുകയും യു ലിവ് വിത്ത് ഇറ്റ്, അത്രയല്ലേ പറ്റുള്ളൂ. But at this stage, as somebody who understands the importance of criticism, when there are all these allegations made about you, like that you operated against a particular reviewer എന്നൊക്കെ പറഞ്ഞ allegations വരുമ്പോൾ what do you feel like? First of all, what do you feel and what do you feel like? അങ്ങനെയൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്താണെന്നറിയോ, അങ്ങനെ ഒരു ആൾക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യേണ്ട അതൊന്നും എൻ്റെ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ്. It's a false allegation. നമ്മളൊന്നും കെയർ ചെയ്യാത്ത കാര്യം. അങ്ങനെയാണ് ഞാൻ ആറാട്ട് വരുമ്പോഴല്ലേ ഏറ്റവും അധികം റിയാക്ട് ചെയ്യേണ്ടത്. വൈ ദിസ് ലേറ്റ്? അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇവിടെ തിയേറ്റർ റിവ്യൂസ്, തിയേറ്ററിൽ നിന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റിവ്യൂസ് അപ്പോ അത് നിർത്തിയതെന്തോ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല, ഞങ്ങളുടെ സംഘടന ആലോചിച്ചിട്ടില്ല. അത് കുറെ നാളായിട്ട് പ്രൊഡ്യൂസേഴ്സ് ബ്രോച്ച് ചെയ്യുന്ന ഒരു ഇഷ്യൂ എക്സിബിറ്റേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ നിന്ന് അത് ഡിസ്കസ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അത് ക്രിസ്റ്റഫറിന് തൊട്ട് മുമ്പായിരുന്നു. ആൻഡ് ദേ സെഡ് ദാറ്റ് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിൽ ഇത് വേണ്ട. ഇത് പ്യുവർലി പ്രൊഡ്യൂസറും എക്സിബിറ്ററുമായിട്ടുള്ള. But you got the name. പക്ഷെ അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് അതിനെ ക്ലിയർ ചെയ്യാനൊന്നും ഞാൻ പോവാറില്ല. പിന്നെ ഒരാൾ നിന്ന് പല ഇടത്തും പറയുന്നത് കേട്ടു, ഞാനെന്തോ അയാളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നത് കേട്ടു. ഇതുപോലെ റിവ്യൂ നമ്മൾ ആലോചിക്കാത്ത കാര്യമാണ്. അയാളുടെ റിവ്യൂവിന്റെ സ്റ്റൈലിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്. Given all his, എന്താ പറയേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും he is quite sharp at many things. അയാള് നല്ല സെൻസിബിലിറ്റി കാണിക്കുന്ന ഒരാളാണ്. അയാളുടെ കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. only thing is ഈ അറ്റൻഷൻ സീക്കിംഗ് പരിപാടിയിൽ നിന്ന് പുള്ളി കുറച്ച് പദം വന്നാൽ ഐ തിങ്ക് ഹി ക്യാൻ ഇവോൾവ് ആസ് എ വെരി astute critic, which is actually the need of the time. I mean, need of the hour. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സോ പക്ഷെ അയാൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി ഒരു ഷോമാൻഷിപ്പിലേക്ക് പോകാനായിട്ട് അയാൾ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. മേ ബി കാലം അയാളെ കുറച്ചുകൂടി ഇതിലേക്ക് കൊണ്ടുവരും. ഇതല്ല അതിന്റെ വഴിയെന്നൊരു പക്ഷെ തോന്നുമായി. അങ്ങനെയുള്ള മൈനർ ഡിഫറൻസസിനെ ഞാൻ എന്തിന് വൈകാരികമായിട്ട് അതിനെ എടുക്കണം? ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് വേണം. അത് വളരെ ഷാർപ്പായിട്ട് ചെയ്യണം, ഇൻസൈറ്റ്ഫുൾ ആയിരിക്കണം. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ജനാധിപത്യ മര്യാദ ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. And sir, finally my last question, like imagine a utopia where ipo sir ne indakanda the exact film that you wanted to make, your 100% conviction, your 100% ideologically 100% your belief system. If അങ്ങനത്തെ ഫിലിംസ് ആണ് റിലീസ് ആവണം, അങ്ങനത്തെ ഫിലിംസ് ആണ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവണം, അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ which would you call your most sincere film so far? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസിൽ what are the kind of films you would have made? എനിക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു ഉത്തരം പറയാനില്ല വിശാൽ. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു യൂട്ടോപ്യൻ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര കൺവിൻസിങ് നമുക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള പൊളിറ്റിക്കൽ നെസസിറ്റി തോന്നുകയും അത് അൺകണ്ടീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുകയും അത് വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പം നല്ല ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ദ ഫൈനൽ റെവല്യൂഷൻ നെവർ ഹാപ്പൻസ് എന്നുള്ളതാണല്ലോ, അല്ലേ? അങ്ങനെ ഒരു റെവല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഐ തിങ്ക് ഈ ആറാട്ട് ക്രിസ്റ്റഫർ ആ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലേണിംഗ് ഫേസ് ആയിരുന്നു എനിക്ക്. നൗ ഞാൻ പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളിൽ പലതും ചിലതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പം ഞാൻ ഷാരിസുമായിട്ട് ചേർന്നൊരു സിനിമ ചെയ്യുന്നുണ്ട്, ജനഗണമന. അപ്പം അതിന് ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെയാണ്. സ്ക്രീൻ പ്ലേ അദ്ദേഹം ആദ്യം ഒന്ന് വർക്ക് ചെയ്തിരുന്നു, പിന്നെ ഞാനതൊന്ന് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഷാരിസ് ടോൾഡ് മീ മൈ വേർഷൻ ഈസ് മച്ച് ബെറ്റർ ദാൻ ഹിസ്. പക്ഷേ ആ എൻ്റെ വേർഷൻ ഞാൻ പിന്നെയും അദ്ദേഹമായിട്ടിരുന്നു. അതൊന്നുകൂടി പുള്ളിയുടെയും കൂടി ഇൻപുട്ട് എടുത്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഇപ്പം ഡയലോഗ്സ് ഞാൻ തന്നെയാണ് എഴുതുന്നത്. That is a film I am looking forward to making. And when you look back, which would you say is your most 100% B Unnikrishnan script, 100% B Unnikrishnan? അങ്ങനെയൊന്നുമില്ല. This is an applied art. B Unnikrishnan സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ സ്ക്രീൻ പ്ലേ ഒന്നുമില്ല.
ബി യുണിക്രിഷ്ണൻ സ്ക്രീൻ പ്ലേ എന്നല്ല, അങ്ങനെ ആരുടെയും സ്ക്രീൻ പ്ലേ ഇല്ല. അതൊരു അപ്ലൈഡ് ആർട്ടാണ്. നമ്മൾ എക്സിജൻസീസ് ആണ്. നമ്മൾ നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡിസ്കഷനൊക്കെ കൂടെ ഇരുന്നാൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഗതികൾ ഉണ്ടാവും. വെറുതെ ചില റിമാർക്കിൽ നിന്ന് എന്നാൽ പിന്നെ അവിടെ ഒരു സീൻ വെക്കാം എന്നൊക്കെ നമുക്ക് വരുമല്ലോ. പണ്ട് കുറേ നാൾ മുമ്പ് സിദ്ദിഖായിട്ട് റാഫി മെക്കാറ്റിനായിട്ട് ഒക്കെ ഞാൻ ഡിസ്കഷനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഭയങ്കര രസകരമാണ്. ഒരു നരേറ്റ് ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ 100% ഒറിജിനൽ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. നമ്മൾ ഏറ്റവും നമ്മുടെ ഒറിജിനൽ മൊമെന്റ് എന്ന് പറയുന്നത് വെൻ യു ഫോൾ ഇൻ ലവ് വിത്ത് സമ്മൺ. അപ്പോഴും നമ്മൾ ഈ ഐ ലവ് യു എന്ന് പറയുന്നത് എത്രയോ ക്ലീഷേഡ് ആയിട്ടുള്ള, ഇറ്റ്സ് ഓൾവേസ് ഓൾറെഡി എ കോട്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഒറിജിനൽ മൊമെന്റിൽ നമ്മൾ ആശ്രയിക്കുന്നത് ക്ലീഷേ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയിലാണ്. ദാറ്റ് ഡസൻ ടേക്ക് അവേ ദി ഒറിജിനാലിറ്റി ഫ്രം യുവർ ഫീലിംഗ് അല്ലേ. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഇത് എഴുത്തുകാരനെ അല്ലെങ്കിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല, റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ ഒരു അപ്ലൈഡ് ആർട്ട് എന്നുള്ള നിലയിൽ ചെയ്യുന്ന സംഗതിയാണ്. അല്ലാതെ ഇപ്പോൾ ഏകാന്തതയിൽ കവിത എഴുതുന്നവരുണ്ട് അല്ലേ, കഥ എഴുതുന്നവരുണ്ട്. അത് ആളുകൾ വായിച്ചാൽ വായിച്ചു, വായിച്ചില്ലെങ്കിൽ വായിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പല വലിയ കവികളും കഥാകൃത്തുക്കളും ഞാൻ എപ്പോഴെങ്കിലും വായിക്കപ്പെടുമോ എന്ന് സംശയമുള്ളവരായിരുന്നു. പക്ഷെ ഇതല്ല. 90-ാം ദിവസം തിയേറ്ററിൽ ചെല്ലും, പണി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമുക്ക് അറിയില്ല. അപ്പം അതിനകത്തൊന്നും വലിയ കാര്യമുള്ള സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല. എന്തായാലും എനിക്കങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഇല്യൂഷൻസും ഇല്ല. ഐ എം എ വെരി മീഡിയോക്കർ ഫിലിം മേക്കർ. ഐ എം എ വെരി മീഡിയോക്കർ screenplay writer who tries and finds, to do something, So thanks so much. I had such a great time during this conversation. Same here. I think this is one interview in which I spoke quite freely. It was really candid, and I was trying to be really honest with you, and ഒരിക്കൽ കൂടി പറയാം, വളരെയധികം പരിമിതികളുള്ള ഒരു സാധാരണ ഫിലിം മേക്കറും എഴുത്തുകാരനുമാണ് ഞാൻ. പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അത്രയേ ഉള്ളൂ. താങ്ക്സ് അഗൈൻ സർ. താങ്ക് യു.